റോബർട്ട് ഗ്രീനിന്റെ ദി 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ നിയമം കൂട്ടുകാരെ അമിതമായി വിശ്വസിക്കരുത്. ശത്രുക്കളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക. ഈ നിയമം പറയുന്നത് എന്തെന്നാൽ കൂട്ടുകാർ എപ്പോൾ വേണമെങ്കിലും അപകടകാരികളാകാം എന്ന് ഗ്രീൻ വാദിക്കുന്നത്. അടുത്ത ബന്ധം കാരണം കൂട്ടുകാർക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മളെ വഞ്ചിക്കാൻ കഴിയും. അവർക്ക് നമ്മുടെ ദൗർബല്യങ്ങൾ അറിയാം. നമ്മുടെ വിജയത്തിൽ അവരുടെ അസൂയ എളുപ്പത്തിൽ ഉണർത്തപ്പെടാം. അവർക്ക് നമ്മുടെ സഹായത്തിന് അർഹതയുണ്ടെന്ന് തോന്നാം. അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തത എളുപ്പത്തിൽ മാറിയേക്കാം. അതിനാൽ അമിതമായി വിശ്വസിക്കരുത്. കൂടാതെ ശത്രുക്കളെ എങ്ങനെ ഉപകാരപ്രദമാകാമെന്നും പഠിക്കുക. മറുവശത്ത് ശത്രുക്കൾ സാധാരണയായി കൂടുതൽ പ്രവചനാതീതരാണ്. അവർ നിങ്ങളോട് വ്യക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനാൽ അവരുടെ നീക്കങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അവരെ നിങ്ങളുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാനും സാധിക്കും. ആയതിനാൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ദുഷ്ടത സാധാരണയായി തുറന്നതാണ്. ഇത് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സഹായിക്കുന്നു. അവരുമായി ഐക്യം സ്ഥാപിക്കുക. ഒരു പൊതുശത്രു നിങ്ങളുടെ സഖ്യകക്ഷികളെ ഒന്നിപ്പിക്കാൻ സഹായിക്കും. അത് നിങ്ങളെ കൂടുതൽ മികച്ചതാക്കാൻ പ്രേരിപ്പിക്കും. ഒരു എതിരാളിയുടെ സാന്നിധ്യം നിങ്ങളെ കഠിനാധ്വാനം ചെയ്യാനും കൂടുതൽ തന്ത്രശാലിയാകാനും പ്രേരിപ്പിക്കും. കൂടാതെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നിങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിൽ ശത്രുക്കൾക്ക് അബദ്ധവശാൽ വിലപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കൂട്ടുകാർക്ക് നിങ്ങളെ തെറ്റായ സുരക്ഷിതത്വബോധത്തിലേക്ക് നയിക്കാൻ കഴിയുമ്പോൾ ശത്രുക്കൾ നിങ്ങളെ ജാഗരൂകരാക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി അവരെ സ്വാധീനിക്കാനും കഴിയുമെന്നാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. അധികാരത്തിനു വേണ്ടിയുള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യബോധമുള്ളതും എന്നാൽ വിരോധാഭാസപരവുമായ കാഴ്ചപ്പാടാണിത്. ഈ നിയമം പുസ്തകത്തിലെ മറ്റ് നിയമങ്ങളെപ്പോലെ മനുഷ്യ സ്വഭാവത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാനും പ്രത്യേകിച്ച് അധികാരവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ തന്ത്രപരമായി പ്രവർത്തിക്കാനുമുള്ള ഒരു വഴികാട്ടിയാണ്. ഇതൊരു ധാർമ്മികമായ കൽപ്പനയല്ല, മറിച്ച് അധികാരത്തിന്റെ ചലനാത്മകത എങ്ങനെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ്. ചില ഉദാഹരണങ്ങൾ നോക്കാം. സിനിമ ദൃശ്യം ഇതിൽ ഓപ്പറേറ്റർ ജോർജ് കുട്ടി തന്റെ കുടുംബത്തെ ഒരു കൊലപാതക കേസിൽ നിന്ന് രക്ഷിക്കാൻ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. തന്റെ മക്കൾ അറിയാതെ ചെയ്ത ഒരു കുറ്റകൃത്യത്തെ മറക്കാൻ പോലീസിനെയും നിയമവ്യവസ്ഥയെയും കബളിപ്പിച്ച് അയാൾ ഒരു സമാന്തര ജീവിതം കെട്ടിപ്പടുക്കുന്നു. എന്നാൽ ജോർജ് കുട്ടിയുടെ അയൽവാസികളും സിനിമയുടെ ആദ്യഭാഗങ്ങളിൽ സാധാരണ സൗഹൃദത്തിൽ കാണുന്നവരുമായ ചിലർ, പ്രത്യേകിച്ച് അഡീഷണൽ എസ് പി ഗീത പ്രഭാറിന്റെ സുഹൃത്തുക്കളും സഹായികളും ജോർജ് കുട്ടിക്കെതിരെ തെളിവുകൾ നൽകാനും അയാളെ കൊടുക്കാനും ശ്രമിക്കുന്നു. അവർക്ക് ജോർജ് കുട്ടിയുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും അറിയാവുന്നതിനാൽ ഈ വിവരങ്ങൾ പോലീസിന് ഉപയോഗപ്രദമാവുകയും ജോർജ് കുട്ടിക്ക് വെല്ലുവിളിയാവുകയും ചെയ്യുന്നു. ഇവിടെ അടുത്തറിയുന്നവർക്ക് എങ്ങനെ ദോഷകരമാവാം എന്ന് കാണിക്കുന്നു. ശത്രുക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതും ഈ സിനിമയിൽ കാണിക്കുന്നു. ജോർജ് കുട്ടിയുടെ പ്രധാന ശത്രുക്കൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്, പ്രത്യേകിച്ച് ഐ.ജി. ഗീത പ്രഭാകർ. ജോർജ് കുട്ടി ഈ ശത്രുക്കളുടെ ഓരോ നീക്കവും മുൻകൂട്ടി കാണുകയും അവരുടെ അന്വേഷണ രീതികളെയും നിയമപരമായ നടപടിക്രമങ്ങളെയും കുറിച്ച് തനിക്കുള്ള അറിവ് ഉപയോഗിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യൽ രീതികൾ, തെളിവെടുപ്പ്, നിയമപരമായ കെട്ടുപാടുകൾ എന്നിവയെല്ലാം ജോർജ് കുട്ടിക്ക് നന്നായി അറിയാം. ഈ അറിവ് ഉപയോഗിച്ച് പോലീസിനെ തനിക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് നയിക്കാനും തെറ്റായ സൂചനകൾ നൽകി അവരെ വഴിതെറ്റിക്കാനും അയാൾക്ക് കഴിയുന്നു. പോലീസിന്റെ ശക്തിയെയും വിഭവങ്ങളെയും തനിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിച്ച് തന്റെ പദ്ധതി നടപ്പിലാക്കാൻ അയാൾക്ക് സാധിക്കുന്നു. 2. ക്ലാസ്മേറ്റ്സ്. വർഷങ്ങൾക്ക് ശേഷം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുമ്പോൾ അവരുടെ പഴയ സൗഹൃദങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന രാഷ്ട്രീയ വൈരാഗ്യങ്ങളും പ്രണയബന്ധങ്ങളും അസൂയയും വഞ്ചനയുമെല്ലാം വീണ്ടും വെളിപ്പെടുന്നു. ഒരു സുഹൃത്തിന്റെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലെ സൗഹൃദത്തിന്റെ ഇരുണ്ട വശം. ചിത്രത്തിൽ മുൻപ് അടുത്ത സുഹൃത്തുക്കളായിരുന്ന മുരളി, സുകുമാരൻ, സത്യൻ, റസിയ തുടങ്ങിയവർക്കിടയിൽ വൈരാഗ്യങ്ങളും തെറ്റിദ്ധാരണകളും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. കോളേജ് രാഷ്ട്രീയത്തിലെ എതിർപ്പുകൾ, പ്രണയത്തിലെ വഞ്ചനകൾ, അസൂയ എന്നിവയെല്ലാം ഈ സൗഹൃദങ്ങളെ ശിഥിലമാക്കുന്നു. ഏറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്ന് പോലും ചതിയും വഞ്ചനയും നേരിടേണ്ടി വരാം എന്നതിനെ ഇത് എടുത്തു കാണിക്കുന്നു. ശത്രുക്കളെ മനസ്സിലാക്കുക, കൈകാര്യം ചെയ്യുക എന്നതും ഈ സിനിമയിൽ കാണിക്കുന്നു. സിനിമയുടെ അവസാനം കൊലപാതകിയെയും അതിന്റെ പിന്നിലെ കാരണങ്ങളെയും തിരിച്ചറിയുമ്പോൾ പുറമെ നിഷ്കളങ്കരെന്ന് തോന്നിയവർ പോലും എങ്ങനെ അപകടകാരികളായ ശത്രുക്കളായി മാറുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവ് അവശേഷിക്കുന്ന കഥാപാത്രങ്ങൾക്ക് അവരുടെ പഴയകാല തെറ്റിദ്ധാരണകളെക്കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് സഹായിക്കുന്നു. ചിലപ്പോൾ സൗഹൃദത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ശത്രുക്കളെ തിരിച്ചറിയുന്നത് കൂടുതൽ പ്രധാനമാണ്. 3. മുംബൈ പോലീസ്. ഒരു കൊലപാതകക്കേസ് തെളിയിച്ചതിന് ശേഷം ഓർമ്മ നഷ്ടപ്പെടുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ആന്റണി മോസസ് പൃഥ്വിരാജ് സ്വന്തം കൊലപാതക കേസ് വീണ്ടും അന്വേഷിക്കുകയും താൻ തന്നെയായിരുന്നു കൊലപാതകിയെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ
തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ആര്യൻ ജോൺ ജേക്കബ് ജയസൂര്യ ഈ കേസിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നും അയാൾ മനസ്സിലാക്കുന്നു. കൂട്ടുകാരുടെ വിശ്വാസവഞ്ചന. ആന്റണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആര്യൻ ജോൺ ജേക്കബും റഷീദ് അലിയും റഹ്മാൻ. എന്നാൽ ആര്യനാണ് ആന്റണിയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത്. ആര്യന്റെ യഥാർത്ഥ സ്വഭാവവും രഹസ്യ ജീവിതവുമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. ആന്റണിക്ക് ആര്യനെക്കുറിച്ച് പൂർണ്ണമായ ധാരണയില്ലാതിരുന്നതും അയാളെ അമിതമായി വിശ്വസിച്ചതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഏറ്റവും വിശ്വസിച്ച സുഹൃത്ത് ഒരു രഹസ്യ ജീവിതം നയിക്കുകയും ഒടുവിൽ സ്വന്തം ജീവൻ തന്നെ എടുക്കാൻ ഇടയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഈ നിയമത്തെ അടിവരയിടുന്നു. ഇവിടെ ആന്റണിയുടെ ശത്രു എന്ന് പറയുന്നത് അയാൾക്ക് ഓർമ്മയില്ലാത്ത സ്വന്തം ഭൂതകാലവും അതിലെ കൊലപാതകിയുമാണ്. അയാൾക്ക് ഓർമ്മയില്ലാത്തതിനാൽ ഒരു ശത്രുവിനെന്ന പോലെ അയാൾ അതിനെ പിന്തുടരുന്നു. താൻ തന്നെയാണോ കൊലപാതകി എന്ന സംശയം അയാളെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്വന്തം മനസ്സിനെ ഒരു തടസ്സമായി ശത്രുവായി കണ്ട് അതിനെ അതിജീവിച്ച് സത്യം കണ്ടെത്താൻ അയാൾ ശ്രമിക്കുന്നു. 4. ഒരു വടക്കൻ വീരഗാഥ. വടക്കൻ പാട്ടുകളിൽ വില്ലനായി ചിത്രീകരിക്കപ്പെട്ട ആരോമൽ ചേകവരുടെ അളിയൻ ചന്തുവിനെ മമ്മൂട്ടി ഒരു യഥാർത്ഥ വീരനായകനായി ഈ ചിത്രം പുനരാവിഷ്കരിക്കുന്നു. അയാൾ നേരിടുന്ന തെറ്റിദ്ധാരണകളും കളങ്കങ്ങളും വിശ്വാസവഞ്ചനകളും അവയെ അതിജീവിക്കാൻ അയാൾ നടത്തുന്ന പോരാട്ടങ്ങളുമാണ് കഥ. സൗഹൃദത്തിന്റെ ബന്ധുത്വത്തിന്റെ വഞ്ചന. ചന്തുവിന്റെ ഏറ്റവും അടുത്തയാളെന്ന് കരുതുന്ന ആരോമൽ ചേകവർക്ക് പോലും ചന്തുവിനോട് അവിശ്വാസമുണ്ടായിരുന്നു. ചന്തുവിന്റെ അമ്മാവനും അയാളുടെ സ്വന്തം നാട്ടുകാരും എന്തിന് ഭാര്യയായ ഉണ്ണിയാർച്ച പോലും അയാളെ തെറ്റിദ്ധരിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. ചന്തുവിന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അയാൾക്ക് പിന്തുണ ലഭിക്കുന്നില്ല. ഈ വിശ്വാസവഞ്ചനകൾ ചന്തുവിനെ തുടർച്ചയായി ഒറ്റപ്പെടുത്തുകയും അയാളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുകയും ചെയ്യുന്നു. ചന്തുവിന് നിരവധി ശത്രുക്കളുണ്ടായിരുന്നു. കളരിയിലെ എതിരാളികൾ, തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ, ആരോമലിന്റെ മരണത്തിന് തന്നെ പഴിക്കുന്നവർ. ഈ ശത്രുക്കളുടെ സാന്നിധ്യം ചന്തുവിനെ കൂടുതൽ ശക്തനും മിടുക്കനുമാകാൻ പ്രേരിപ്പിച്ചു. ഓരോ തവണ തനിക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളെയും കളങ്കങ്ങളെയും ചന്തു തന്റെ വീര്യം തെളിയിക്കാനുള്ള അവസരമായി കണ്ടു. എതിരാളികൾ തനിക്ക് നൽകുന്ന ഓരോ പരീക്ഷണത്തെയും അതിജീവിച്ച് തന്റെ സത്യസന്ധയും ധീരതയും സ്ഥാപിക്കാൻ ചന്തുവിന് സാധിച്ചു. ശത്രുക്കളുടെ ആക്രമണം ചന്തുവിനെ കൂടുതൽ ജാഗരൂകനാക്കുകയും അയാളുടെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു. 5. ചാണക്യതന്ത്രം. പുരാതന ഇന്ത്യയിലെ മഹാനായ തന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന ചാണക്യന്റെ കഥ. നന്ദ രാജാവിന്റെ മന്ത്രിയായിരുന്ന ചാണക്യനെ രാജാവ് അപമാനിക്കുകയും സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രകോപിതനായ ചാണക്യൻ നന്ദവംശത്തെ നശിപ്പിക്കുമെന്നും ഒരു പുതിയ രാജാവിനെ വാഴിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുന്നു. ചാണക്യൻ നന്ദ രാജാവിന്റെ വിശ്വാസപാത്രവും ഉപദേഷ്ടാവും ആയിരുന്നു. എന്നാൽ അധികാരത്തിന്റെ അഹങ്കാരത്താൽ നന്ദൻ ചാണക്യനെ പരസ്യമായി അപമാനിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്നു. ഈ വഞ്ചന ചാണക്യനെ നന്ദന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റി. ഏറ്റവും വിശ്വസ്തനായൊരാൾ എങ്ങനെ ഏറ്റവും വലിയ ശത്രുവാക്കാം എന്നതിന്റെ ഉദാഹരണമാണിത്. നന്ദ രാജാവ് ചാണക്യന്റെ ശത്രുവായി മാറിയപ്പോൾ ആ ശത്രുത ചാണക്യനെ അസാമാന്യമായ തന്ത്രങ്ങൾ മെനയാൻ പ്രേരിപ്പിച്ചു. നന്ദനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം ചാണക്യന് വ്യക്തമായൊരു പ്രചോദനമായി. ഈ ലക്ഷ്യം കൈവരിക്കാൻ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന യുവരാജകുമാരനെ കണ്ടെത്തുകയും അസാമാന്യമായ യുദ്ധതന്ത്രങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും പരിശീലിപ്പിക്കുകയും ചെയ്തു. നന്ദന്റെ ഓരോ ബലഹീനതയും അയാളുടെ ശത്രുക്കളായ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധവും ജനങ്ങളോടുള്ള അയാളുടെ മനോഭാവവും ചാണക്യൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നന്ദ സാമ്രാജ്യത്തെ തകർക്കാൻ അദ്ദേഹം തന്ത്രങ്ങൾ മെനഞ്ഞു. ശത്രുവിന്റെ സാന്നിധ്യം ചാണക്യനെ കൂടുതൽ ബുദ്ധിമാനും ദൂരക്കാഴ്ചയുമുള്ളവനുമാക്കി തന്റെ ലക്ഷ്യം നേടാൻ അത് സഹായിക്കുകയും ചെയ്തു. 6. പെരുമഴക്കാലം. നിരപരാധിയായ തന്റെ ഭർത്താവ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ അയാളുടെ മോചനത്തിനായി നടത്തുന്ന കാര്യങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഗംഗയുടെ ഭർത്താവാണ് റസിയയുടെ ഭർത്താവിനെ കൊന്നത്. ഈ ചിത്രത്തിൽ പ്രത്യക്ഷത്തിൽ സുഹൃത്തുക്കളായി വരുന്നവരേക്കാൾ ശത്രുതയുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് സൗഹൃദത്തിലേക്ക് മാറുന്ന ബന്ധങ്ങളാണ് പ്രധാനം. റസിയയും ഗംഗയും പരസ്പരം ശത്രുക്കളായി ഒരാളുടെ ഭർത്താവിനെ കൊന്നയാളുടെ ഭാര്യയും കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയും കണ്ടുമുട്ടുന്നു. അവരുടെ ബന്ധം ആരംഭിക്കുന്നത് ഏറ്റവും വലിയ വൈരാഗ്യത്തിൽ നിന്നാണ്. ഈ വൈരാഗ്യത്തിന്റെ തീവ്രത അവരെ ഓരോ നിമിഷവും ജാഗരൂകരാക്കുന്നു. റസിയക്ക് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഗംഗയുടെ സഹായം കൂടിയേ തീരൂ. ഗംഗയെ ഒരു ശത്രുവായി കാണുന്നതിനു പകരം റസിയ അവളെ തനിക്ക് ആവശ്യമുള്ള ഒരു ഉപകരണമായി കാണുന്നു. ഗംഗയുടെ മനസ്താപം, പശ്ചാത്താപം, ഭർത്താവിനോടുള്ള സ്നേഹം എന്നിവയെല്ലാം റസിയ തന്റെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. ഗംഗയുടെ സഹകരണമില്ലാതെ റസിയയുടെ ദൗത്യം പൂർത്തിയാകില്ല. ഇവിടെ പരമ്പരാഗതമായി ശത്രുവാക്കേണ്ട ഒരാളെ തന്ത്രപരമായി തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതും അവളുടെ ദുർബലകളെ സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നതും കാണാം.
ഈ ശത്രുതാപരമായ ബന്ധത്തിൽ നിന്നുള്ള സഹായം ഒരു സാധാരണ സൗഹൃദത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ശക്തവും അടിയുറച്ചതുമായി മാറുന്നു, കാരണം അതിൽ അതിജീവനത്തിന്റെ ഒരു ദൗത്യമുണ്ട്. 7. കാട്ടുപൂച്ച. ഒരു കാട്ടിൽ ഒരു കൂട്ടം കുരങ്ങുകൾ ഒരു മരത്തിൽ നിന്ന് സ്ഥിരമായി പഴങ്ങൾ പറിച്ചെടുക്കുന്നു. എന്നാൽ അതേ മരത്തിൽ ഒരു കാട്ടുപൂച്ചയും താമസിച്ചിരുന്നു. പൂച്ച കുരങ്ങുകളെ ശത്രുക്കളായി കണ്ടിരുന്നു, കാരണം അവ അതിന്റെ സ്വസ്ഥത നശിപ്പിക്കുകയും ചിലപ്പോൾ അതിന്റെ ഇരകളെ പോലും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുരങ്ങുകൾ പരസ്പരം കൂട്ടുകാരായിരുന്നെങ്കിലും കാട്ടുപൂച്ച അവയുടെ ശത്രുവായിരുന്നു. പൂച്ചയ്ക്ക് കുരങ്ങുകളുമായി ഒരു സൗഹൃദവുമില്ലായിരുന്നു, കാരണം അവയുടെ കുസൃതികൾ പൂച്ചയെ അലോസരപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം വേട്ടയ്ക്ക് പോയ പൂച്ചയ്ക്ക് ഇരകളെ ലഭിച്ചില്ല. വിശന്നുവലഞ്ഞ പൂച്ച മരത്തിലേക്ക് നോക്കി. അപ്പോൾ മരത്തിൽ നിന്ന് കുരങ്ങുകൾ പഴങ്ങൾ താഴെയിടുന്നത് കണ്ടു. ഈ പഴങ്ങൾ തിന്നാൻ വരുന്ന ചെറിയ ജീവികളെ, മുയലുകൾ, പക്ഷികൾ പതിയിരുന്ന് പിടിക്കാൻ പൂച്ച തീരുമാനിച്ചു. പൂച്ച കുരങ്ങുകളുടെ പഴങ്ങൾ താഴെയിടുന്നത് പൂച്ചക്ക് ഗുണകരമാക്കി മാറ്റി. കുരങ്ങുകൾ പഴങ്ങൾ താഴെയിടുമ്പോൾ ആ ശബ്ദം കേട്ട് ആകർഷിക്കപ്പെടുന്ന ചെറിയ ജീവികളെ പൂച്ച എളുപ്പത്തിൽ വേട്ടയാടി. ഇവിടെ പൂച്ച തന്റെ ശത്രുക്കളായ കുരങ്ങുകളെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അവയുടെ പ്രവർത്തനങ്ങളെ തനിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് ഉപയോഗിച്ചു. ശത്രുവിന്റെ പ്രവർത്തനം പൂച്ചയ്ക്ക് ഒരു ഭക്ഷണമാർഗം നൽകി. 8. വാർദ്ധക്യത്തിലെ വിവേകം. ഒരു ചെറിയ ഗ്രാമത്തിൽ 2 പ്രായം ചെന്ന അയൽവാസികൾ ഉണ്ടായിരുന്നു. അവർ ജീവിതകാലം മുഴുവൻ പരസ്പരം ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ടിരുന്നു. ഒരർത്ഥത്തിൽ അവർക്ക് പരസ്പരം ശത്രുതയുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ സൗഹൃദം ഉണ്ടായിരുന്നില്ല, പകരം വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരുതരം മിണ്ടാത്ത ശത്രുത ആയിരുന്നു. ഒരു ദിവസം ഒരാൾക്ക്, രാമുവിന്, തന്റെ വീട് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വന്നു. തനിയെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അയാളുടെ ശത്രുവായ അയൽവാസി നാരായണൻ നല്ലൊരു ആശാരിയായിരുന്നു. രാമുവിന് നാരായണന്റെ സഹായം ആവശ്യമായിരുന്നു. രാമു നാരായണനോട് നേരിട്ട് സഹായം ചോദിക്കുന്നതിനു പകരം ഒരു പൊതു സുഹൃത്തിനെക്കൊണ്ട് സംസാരിപ്പിച്ചു. നാരായണൻ ഒരു നല്ല ആശാരിയാണെന്ന് കേട്ടു. എന്റെ വീട്ടിൽ ചില പണികളുണ്ടായിരുന്നു. നാരായണൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു.